റാങ്പോ എത്തിയ റാങ്പോ. വെൽക്കം ടു സിക്കിം. 4 ദിവസത്തേക്ക് നാഥുല പാസ് അടച്ചിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും മറ്റൊരു ദിവസത്തേക്ക് സ്വാഗതം. നമ്മൾ 3 റൈഡർമാരുണ്ട്. നമ്മൾ രാവിലെ ദർജീലിംഗ് വെസ്റ്റ് ബംഗാൾ സ്റ്റാർട്ട് ചെയ്തു. ഗാങ്ടോക്കിലേക്ക് ഞങ്ങൾക്ക് ഇനിയുള്ളത് 70 കിലോമീറ്ററും കൂടി. ഇവിടെ ചായ ബ്രേക്കാണ്, കടയും ബിസ്ക്കറ്റും ചായയും. സാധാരണ ചപ്പാത്തിയും ദോശയും ആലു പൊറോട്ട ആ പരിപാടി നിർത്തി. അപ്പോൾ ഇങ്ങനെയാക്കി, പകരം ഉച്ചയ്ക്കും രാത്രി നല്ല രീതിയിൽ കഴിക്കാം. പൊളിയല്ലേ? ഗാങ്ടോക്കിലേക്ക് ഇനിയുണ്ട് 40 കിലോമീറ്റർ. നാഷണൽ ഹൈവേ പത്താണിത്. റോഡ് നല്ല റോഡാണ്, പക്ഷേ ചില ഭാഗത്ത് വളരെ മോശം, പൊട്ടിപ്പൊളിഞ്ഞ. മഴ പെയ്ത് കഴിഞ്ഞാലാണ് അതിലൂടെ വണ്ടി ഓടിക്കാൻ ഏറ്റവും വലിയ ഇഷ്യൂ ഉണ്ടാവുക. ഇപ്പോഴല്ല. അങ്ങനെ നമ്മൾ റാങ്പോ എത്തിയ റാങ്പോ. ഈ പാലം കഴിഞ്ഞാൽ റാങ്പോ. ഇവിടെ ഒരു ഫോട്ടോ നോക്കണ്ട, കണ്ടിപ്പോൾ ഫോട്ടോ നോക്കണ്ട. വെൽക്കം ടു സിക്കിം. Come on, baby. നാഥുല പാസ് നടന്നില്ല. നാഥുല പാസ് കയറാൻ പറ്റിയില്ല. 4 ദിവസത്തേക്ക് നാഥുല പാസ് അടച്ചിരിക്കുകയാണ്. കാലാവസ്ഥ കാരണമാണ് 4 ദിവസത്തേക്ക് അടച്ചിരിക്കുന്നത്. 4 ദിവസം വരെ നിൽക്കാൻ നമുക്ക് ടൈമില്ല, എക്സ്പെൻസും കൂടും. അതുകൊണ്ട് നമ്മൾ നേരെ ഭൂട്ടാനിലേക്ക് പിടിച്ചു. നമ്മളെ നിധുവിൻ്റെ വണ്ടീൻ്റെ റിപ്പയർ നടന്നുകൊണ്ടിരിക്കണം. ബ്രേക്കിൻ്റെ മെക്കാനിക്ക് കൂടെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ഗുണമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നോക്കിയാൽ സിക്കിമിലേക്ക് എൻ്റർ ചെയ്യുന്ന പാലം. ഇതാണ് സിക്കിമിലേക്കുള്ള റൂട്ട്. ഫസ്റ്റ് നമ്മൾ തിരിച്ചു പോകുന്നത് ആ റൂട്ടിലേക്കാണ്, ഭൂട്ടാനിലേക്ക് വെസ്റ്റ് ബംഗാൾ വഴി. വന്ന വഴി തന്നെയാണ്. കണ്ടില്ലേ? ആ അടിപൊളി. ക്രോസിലുള്ളത്. സമയം 5 മണി 5:30.
നമ്മൾ ഭൂട്ടാനിക്കുള്ള റൂട്ട് മാറ്റി ഇപ്പോൾ റൂം എടുക്കാൻ നോക്കിയാണ്. ഈ ഭാഗത്ത് എവിടെയെങ്കിലും റൂം വെച്ചാണെങ്കിലും താമസിക്കും. നല്ല മഴ, അടിപൊളി മഴ. അത് റെയിൽവേ ക്രോസാണ്. അവിടെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനാണ്. ഹെവി സ്നോഫോൾ കാരണം നമ്മുടെ നാദുര പാസ്സൊക്കെ മുടങ്ങി. 4 ദിവസമെങ്കിലും എടുക്കും അത് പാസ് ഓപ്പൺ ആവാനും പാസ് കിട്ടാനും കാര്യങ്ങളൊക്കെ. പെർമിറ്റ് കിട്ടിയിട്ടില്ല. ഇനി പറയാൻ പോകുന്നത് സിക്കിമിലേക്ക് എങ്ങനെ ടൂറിസ്റ്റ് പെർമിറ്റ്, അതേപോലെ തന്നെ ബൈക്കും കാറ് പെർമിറ്റൊക്കെ എങ്ങനെ കിട്ടുമെന്ന്. ആദ്യമായിട്ട് നമ്മൾ പോകേണ്ടത് സിക്കിം ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിലാണ്. ഇതിന് പോകേണ്ടത് 0 പോയിന്റ് എന്ന സ്ഥലത്ത്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഈ ഒരു ഫോം അവിടെ സെക്യൂരിറ്റി ഗേറ്റിൻ്റെ അവിടെ നിന്ന് കിട്ടും. ഈ ഫോമിൽ താഴെ പറയുന്ന 4 കാര്യങ്ങളാണ് ആദ്യം വേണ്ടത്. അത് പോകുന്ന എല്ലാ വ്യക്തിക്കും സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫോം മേടിക്കണം. ഇതിന് 10 രൂപയാണ് ഒരു ഫോമിന്റെ വില. അതിനൊപ്പം ഫോമിൽ ആദ്യം നമ്മൾ ഫോട്ടോഗ്രാഫ് പതിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ടൂർ ഐറ്റിനറി, പിന്നെ റൂട്ട് മാപ്പ്, പിന്നെ നമ്മൾ ID കാർഡ്, പാസ്പോർട്ട് കോപ്പി, വിദേശികളാണെങ്കിൽ വിസ കോപ്പി, പിന്നെ അതോടൊപ്പം തന്നെ മറ്റ് ഡീറ്റെയിൽസും. അതാണ് പെർമിറ്റ് കിട്ടാൻ വ്യക്തികൾക്കുള്ള പെർമിറ്റിന്റെ കാര്യങ്ങൾ. പിന്നെ ബൈക്ക്, കാറ് അതൊക്കെ എങ്ങനെ കൊണ്ടുപോകുന്നത്. ബൈക്കിന്റെ അല്ലെങ്കിൽ കാറിന്റെ RC ബുക്ക്, പിന്നെ ഇൻഷുറൻസ്, ഡ്രൈവിംഗ് ലൈസൻസ്, അതോടൊപ്പം തന്നെ പൊല്യൂഷൻ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ബൈക്ക് നിങ്ങൾ അല്ലെങ്കിൽ കാറ് നിങ്ങൾ വാടകയ്ക്കാണ് എടുത്തെങ്കിൽ ആ എടുത്ത വണ്ടീന്റെ ഓതറൈസേഷൻ ലെറ്ററും കൂടി വേണം. അതായത് മറ്റേ വ്യക്തി നിങ്ങൾക്ക് വണ്ടി തന്നതാണ് അഥവാ നിങ്ങൾക്ക് വണ്ടി വാടക തന്നതാണ് എന്നുള്ള ഓതറൈസേഷൻ ലെറ്റർ വേണം. അത് അറ്റസ്റ്റ് ചെയ്തിരിക്കണം. പിന്നെ വേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോസാണ് നിങ്ങളുടെ. ചാൻഗു ലേക്കിലേക്ക് ഇന്ത്യക്കാർക്കല്ലാതെ മറ്റാർക്കും പ്രവേശനമില്ല. നാദുര പാസിന്റെ മെയിൻ ഗേറ്റ് കഴിഞ്ഞാൽ ബൈക്കിന് അലൗഡ് ഇല്ല. അവിടെ നിങ്ങൾ മറ്റേതെങ്കിലും വണ്ടി ഹയർ ചെയ്തിട്ട് വേണം പോകാൻ. അവിടെ നേരെ 4 കിലോമീറ്റർ കൂടി ഉള്ളൂ. അപ്പോൾ ശരി, ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മുടെ ബൈക്ക് നാട്ടിലേക്ക് തിരിച്ച് കയറ്റി അയക്കുന്നത് നോക്കാം. പാർസൽ ചെയ്യാൻ പറ്റുക ട്രെയിനിൽ. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഭൂട്ടാനിൽ എങ്ങനെ പെർമിറ്റ് കിട്ടാം, ടൂറിസ്റ്റ് പെർമിറ്റ്, അതേപോലെ ബൈക്കിൻ്റെ പെർമിറ്റൊക്കെ എങ്ങനെ കിട്ടാമെന്ന് നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ നോക്കും. അപ്പോൾ ശരി, നിങ്ങൾ ചാനൽ പുതിയതാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.